Hi students, okay, now we will discuss next chapter, unit 2, theories of conduct. Conduct എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം, സ്വഭാവം. സോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച തിയറി ഓഫ് ഗുഡ്നെസ് ആണ്. അതേപോലെ അടുത്തത് അപ്പൊ എന്താണ് ശരി, എന്താണ് തെറ്റ്, ഓക്കെ, അതാണ് നമ്മൾ പഠിച്ചത്. ഗുഡ്നെസ്, വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ബാഡ്. സോ നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ കോണ്ടക്ട്, അതെങ്ങനെ പെരുമാറ്റം. റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ കണ്ടക്ട്, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം ഗവൺ ചെയ്യുന്ന റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എന്തൊക്കെ റൂൾസ് ആണ് നമ്മളുടെ പെരുമാറ്റത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ്. So while deciding in what way we should act in a given situation involving moral choice, we usually follow certain rules of conduct which are approved by the culture we live in. അപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം, അല്ലെങ്കിൽ ഒരു ഗിവൺ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ചില മോറൽ ചോയ്സ്, നമ്മുടെ മനസ്സിലുള്ള ചില മോറൽ, ധാർമ്മികത, മൂല്യങ്ങൾ ഉണ്ടായിരിക്കും. സോ അതിനനുസരിച്ചിട്ടാണ് അത് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില റൂൾസ് ഉണ്ടായിരിക്കും, റൂൾസ് ഓഫ് കണ്ടക്ട് ഉണ്ടായിരിക്കും. ഇത് നമുക്ക് അപ്രൂവ് ചെയ്ത് തന്നിട്ടുള്ളത് ആരാണ്? നമ്മുടെ കൾച്ചറാണ്. കൾച്ചർ വി ലിവ് ഇറ്റ്, നമ്മൾ ജീവിക്കുന്ന കൾച്ചർ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ പെരുമാറ്റം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, അത് ആക്സെപ്റ്റഡ് ബൈ അവർ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ചില റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. സോ അതിൻ്റെയൊക്കെ ഒരു ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിറ്റുവേഷനിൽ പ്രവർത്തിക്കും. അപ്പൊ അതെന്തൊക്കെയാണ്? സാധാരണ കേസിൽ നെവർ ടേക്ക് എ ഹ്യൂമൻ ലൈഫ്, നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ പാടില്ല. നെവർ കോസ് നീഡ്ലെസ് പെയിൻ ആൻഡ് സഫറിങ് ടു അതേഴ്സ്, അല്ലെ? അതേപോലെ ആവശ്യമില്ലാതെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. ഡോണ്ട് എൻഗേജ് സെക്ഷൽ ആക്ടിവിറ്റി ഔട്ട്സൈഡ് മാരേജ്, മാരേജിന് പുറത്ത് മറ്റൊരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പാടില്ല. Then don't always turn the other cheek when you injured on one cheek. അതായത് ഒരു കവിള് അടിച്ചാൽ മറ്റേ കവിള് കാണിച്ചു കൊടുക്കുക. ഡോണ്ട് സ്റ്റീൽ, നമ്മുടെ ഗാന്ധിജിയുടെ ഫിലോസഫി, കക്കാൻ പാടില്ല. ആൾവേസ് ഓണർ യുവർ പാരൻസ്, നമ്മുടെ പാരൻസിനെ ബഹുമാനിക്കണം. നെവർ ടെൽ ലൈസ് എക്സെട്ര. അപ്പൊ ഇതൊക്കെ നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മളിൽ വരുന്ന ചില പ്രിൻസിപ്പിൾസ്, ചില റൂൾസ് ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. A reflection will show that none of the above mentioned rules is a complete guide to human conduct, അല്ലെ? ഈ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ സ്വഭാവം നല്ലതാക്കാൻ പറ്റില്ല. ഒരു കംപ്ലീറ്റ് ഗൈഡ് എന്ന് പറയാൻ പറ്റില്ല. ദീസ് റൂൾസ് ടെൽ യു വാട്ട് ടു ഡു, നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഈ റൂൾസ് പറയുന്നുണ്ട്, അല്ലെ? എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ബട്ട് ദേ ഡു നോട്ട് ടെൽ വൈ വി ഷുഡ് ഫോളോ ദം. പക്ഷെ എന്ത് പറയുന്നില്ല, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവിടെ പറയുന്നില്ല. വാട്ട് ടു ഡു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ നമുക്ക് വേണ്ടത് ചില മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്, ഫ്രം വിച്ച് സച്ച് റൂൾസ് ഫോളോ. ഓക്കെ, അപ്പൊ ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും, ആ പ്രിൻസിപ്പിൾസിനകത്താണ് ഈ റൂൾസ് വരുന്നത്. അപ്പൊ ആ പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. So we need to understand general principles of conduct which prescribes that one should do in all circumstances. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ചില ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. അത് നമുക്ക് ഏതൊരു സിറ്റുവേഷനിൽ, അപ്പൊ നമ്മൾ അറിയേണ്ട ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഏതൊരു സർക്കംസ്റ്റാൻസസ്, ഏത് സാഹചര്യത്തിലും നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടക്ട്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് തിയറീസ് ഉണ്ട്. അവരൊക്കെ ഇതേപോലെ കുറെ പ്രിൻസിപ്പിൾസ് സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. റൂൾസ് ഓഫ് കണ്ടക്ട്, അതായത് അപ്പൊ അങ്ങനത്തെ ചില തിയറീസ് ആണ് നമ്മൾ പഠിക്കുന്നത്, തിയറീസ് ഓഫ് കണ്ടക്ട്. അപ്പൊ ഒരുപാട് തിയറീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ തിയറിയാണ് യൂണിവേഴ്സലൈസബിലിറ്റി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് തിയറീസ് ഓഫ് കണ്ടക്ട്. അപ്പൊ നമുക്ക് ഏത് സിറ്റുവേഷനിലും എങ്ങനെ പെരുമാറണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തിയറീസ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ അതിലത്തെ ഫസ്റ്റ് തിയറിയാണ് യൂണിവേഴ്സലൈസബിലിറ്റി എന്ന് പറയുന്നത്. സോ
ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് universalizability. It means that moral judgment that should apply equally to all relevant identical situations. Universality പറഞ്ഞു കഴിഞ്ഞാൽ ഒരു moral judgment ആണ്. നമുക്ക് ഏത് സിറ്റുവേഷനിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഈക്വലി ടു ഓൾ സിറ്റുവേഷൻസ്, ഐഡന്റിക്കൽ സിറ്റുവേഷൻസ്. അപ്പൊ ഏതൊരു ഐഡന്റിക്കൽ സിറ്റുവേഷനിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില മോറൽ ജഡ്ജ്മെന്റുകളെ നമുക്ക് എന്ത് പറയാം, യൂണിവേഴ്സലൈസബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് universalizability means that in behaving with others you should act in a way that the rules of your action becomes universal. അതായത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് ഏത് രീതിയായിരിക്കണം? യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളൊരു ആക്ഷൻ എടുക്കുകയാണ്, അത് ശരിയാണോ തെറ്റാണോ എന്നത്. അപ്പൊ ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം അത് ശരിയാണോ തെറ്റാണോ എന്നത് മറ്റൊരാൾക്കും അതേ സർക്കംസ്റ്റാൻസസിൽ സെയിം ആയിട്ട് തോന്നണം. സോ ഇഫ് an action is considered right or wrong for one person, it should be considered the same for everyone. ഒരാൾക്ക് എന്ത് തോന്നുന്നു അത് തന്നെ മറ്റുള്ളവർക്ക് തോന്നണം. അതാണ് ഈ പറഞ്ഞ ഇതിന്റെ അർത്ഥം വരുന്നത്. പിന്നെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഗോൾഡൻ റൂൾ ഓഫ് ക്രിസ്ത്യാനിറ്റി ഉണ്ട്. അതിൽ പറയുന്നത് എന്താണ്? ഡു അൺടു അതേഴ്സ് ആസ് യു വുഡ് ഹാവ് ദം ഡൺ അൺടു യു. അതിൽ ഇംപ്ലൈസ് ദാറ്റ് ഇഫ് യു വാണ്ട് ടു ഫെയർലി ട്രീറ്റഡ് ബൈ അതേഴ്സ് യു ഷുഡ് ആൾവേസ് ട്രീറ്റ് അതേഴ്സ് ഫെയർലി. നമ്മളോട് മറ്റുള്ളവർ നല്ല രീതിയിൽ പെരുമാറണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അവരോട് നല്ല രീതിയിൽ പെരുമാറണം. എന്നാലാണ് അവർ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുള്ളൂ. If you want others to help you when you are in trouble, you should always help others when they are in need of help you. നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ ആൾക്കാർ സഹായിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ സഹായിക്കണം. The intent of the peace theory is to make no exceptions. Don't expect a kind of special treatment from others if you same തന്നെ പറഞ്ഞത്. നമുക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടില്ല, നമ്മൾ അങ്ങോട്ട് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എങ്കിൽ. പിന്നെ ഇതിൽ പറയുന്നത് ഒരാൾക്ക് അത് തെറ്റാണ് തോന്നുന്നതെങ്കിൽ അത് നിങ്ങൾക്കും എന്ത് തന്നെ ആയിരിക്കും? തെറ്റ് തന്നെ ആയിരിക്കും. സോ യൂണിവേഴ്സലാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ തോന്നും. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് യൂണിവേഴ്സൽ ലോ ആണ് അല്ലെ? നമുക്ക് തെറ്റാണ് തോന്നുന്നെങ്കിൽ അതും എല്ലാവർക്കും അത് തെറ്റ് തന്നെ എന്ന് തോന്നണം. സോ അതാണ് യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറിയാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളോടും നല്ല രീതിയിൽ പെരുമാറുള്ളൂ. അപ്പൊ പെരുമാറ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളോട് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറണമെങ്കിൽ നമ്മൾ തിരിച്ചും അതുപോലെ നല്ല രീതിയിൽ പെരുമാറണം. നെക്സ്റ്റ് ടോപ്പിക് ദ കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ്. അത് ചില പ്രിൻസിപ്പിൾസ് ആണ്. കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ആണ് ഇതൊക്കെ. ദീസ് ആർ മോറൽ പ്രിൻസിപ്പിൾസ് അക്കോർഡിംഗ് ടു ഇമ്മാനുവൽ കാന്റ്. ഒരു ജർമ്മൻ ഫിലോസഫർ ഉണ്ട്, ഇമ്മാനുവൽ കാന്റ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, കാന്റ്. അദ്ദേഹത്തിന്റെ ചില മോറൽ പ്രിൻസിപ്പിൾസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ്. നമുക്ക് ഏതൊരു സിറ്റുവേഷനിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പെരുമാറ്റവുമായി ബന്ധപ്പെട്ട്, കോഡ് ഓഫ് കണ്ടക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏത് സിറ്റുവേഷനിലും അൺകണ്ടീഷണലി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രിൻസിപ്പിൾസ് ആണ് കാറ്റഗറേറ്റീവ് ഇമ്പറേറ്റീവ് എന്ന് പറയുന്നത്. Immanuel Kant, a German philosopher, while working on moral principles, sets forth certain moral principles which one can follow unconditionally. These principles are called categorical imperatives. Principles that one ought to always follow. നമുക്ക് എപ്പോൾ ഫോളോ ചെയ്യാൻ സാധിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ നമ്മൾ ഇത് സെയിം തന്നെയാണ് നമ്മുടെ ഗോൾഡൻ റൂൾ ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്ന അതേ ഇത് തന്നെയാണ് ഏതിൽ പറഞ്ഞിട്ടുണ്ട് ഈ പ്രിൻസിപ്പിൾസ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നുണ്ട്, ഇതിൽ ചില ഓരോരുത്തർ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്, ബിക്കോസ് ഐ ഡോണ്ട് ഹെൽപ്പ് അതേഴ്സ് ആൻഡ് ലീവ് ദം അലോൺ വെൻ ദേ ആർ ഇൻ ട്രബിൾ ദേ നീഡ് നോട്ട് ഹെൽപ്പ് മീ ആൻഡ് മേ ബി ലീവ് മീ അലോൺ. അല്ലെ, ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടില്ല എങ്കിൽ അല്ല എന്നെ, ബിക്കോസ് ഐ ഡോണ്ട് ഹെൽപ്പ് അതേഴ്സ്
ആൻഡ് ലീവ് ദം അലോൺ. ഞാൻ മറ്റൊരാളെ സഹായിച്ചില്ല, അവരെ ഒറ്റയ്ക്കാക്കിയെങ്കിൽ അത് അവർക്ക് പ്രശ്നം വരുമ്പോൾ അവരും നമുക്ക് പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ് പറഞ്ഞ ചില പ്രിൻസിപ്പിൾസ് ആണ്. അത് എന്താ പറയാ, എല്ലാവരും അൺകണ്ടീഷണൽ ആയിട്ട് ഫോളോ ചെയ്യാൻ സാധ്യതയുള്ള ജനറൽ പ്രിൻസിപ്പിൾ. നമ്മളോട് ആൾക്കാരെ എങ്ങനെ പെരുമാറണോ അതുപോലെ തന്നെയാണ് നമ്മൾ തിരിച്ച് മറ്റുള്ളവരോട് പെരുമാറുക. നെക്സ്റ്റ് റേഷണാലിറ്റി ആൻഡ് മൊറാലിറ്റി. റേഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ്ങിനെയാണ് നമ്മൾ റേഷണാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് പറയുന്നതല്ലാതെ നമ്മൾ ലോജിക്കലായിട്ട് നല്ല ക്രിറ്റിക്കൽ തിങ്കിങ്ങിനെയാണ് ഓരോ കാര്യങ്ങളും അങ്ങനെ ആ രീതിയിൽ പെരുമാറുന്നതാണ് റേഷണാലിറ്റി ആൻഡ് മൊറാലിറ്റി. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ധാർമ്മികത എന്നൊക്കെ പറയും, മൂല്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പെരുമാറ്റം. According to Hegel, behavior to be called morally good or desirable, it must be of necessary rational എന്ന് പറയുന്നുണ്ട്. ഹീഗലിന്റെ അഭിപ്രായത്തിൽ ഒരു പെരുമാറ്റം മോറലി ഗുഡോ അല്ലെങ്കിൽ ഡിസൈറബിൾ ആവണമെങ്കിൽ റാഷണൽ ആയിരിക്കണം, അതായത് ലോജിക്കൽ ആയിരിക്കണം. നമ്മൾ ആ രീതിയിൽ തിങ്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ പെരുമാറ്റം നല്ലതാവുള്ളൂ. നമ്മൾ ഇമോഷൻസ് ഒക്കെ വെച്ചിട്ട്, ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് റാഷണൽ അല്ല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മനസ്സ് പറയുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കുക. അത് ചിലപ്പോൾ നമുക്ക് ദേഷ്യം നല്ലുള്ള സമയത്താണ് എങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ഭയങ്കര ദേഷ്യപ്പെട്ട് പെരുമാറും അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ പെരുമാറ്റത്തിനെ മറ്റുള്ളവർ റോങ് ആയിട്ട് കാണും. സോ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതാണ് നല്ല ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹെഗൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട് റേഷണാലിറ്റീനെ ഒരു 4 പോയിന്റ്, 4 ടേംസിലാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ള ചില കണ്ടീഷൻസ്. ഈ പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മുടെ സ്വഭാവം ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ലോജിക്കൽ കോഹറൻസ് ഓർ കൺസിസ്റ്റൻസി, ജനറേഷൻ ഓഫ് യൂണിവേഴ്സൽ. നമ്മൾ വേർഡ് മീനിങ് നോക്കിയാൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഇതിനൊരു ജനറൽ മീനിങ് ആണ് വരുന്നത്. എംപെരിക്കൽ എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ദ ജനറലൈസേഷൻ, പബ്ലിക് ഇന്റലിജിബിലിറ്റി. ഇങ്ങനെ 4 പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഹെഗൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് റേഷണാലിറ്റി ഓഫ് ബിഹേവിയർ. അക്കോർഡിംഗ് ടു ഫസ്റ്റ് കണ്ടീഷൻ ഓഫ് റേഷണാലിറ്റി, ആദ്യത്തെ കണ്ടീഷനിൽ പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നെസസറി ദാറ്റ് എ സെറ്റ് ഓഫ് മോറൽ ബിലീഫ്സ് ഓർ റൂൾസ് ദാറ്റ് വി ഫോളോ ഷുഡ് ബി ഇന്റേർണലി കൺസിസ്റ്റന്റ്. അത് സ്ഥിരത വേണം. നമ്മൾ ഫോളോ ചെയ്യുന്ന മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തന്നെ എന്താണ്, ഒരു ഫിക്സഡ് ആയിട്ട് നമ്മുടെ മനസ്സിലുള്ള സ്ഥിരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യങ്ങളായിരിക്കണം. ഇറ്റ് വിൽ ബി ഈക്വലി കൺസിസ്റ്റന്റ് ഓർ കോഹറന്റ്. അത് ഈക്വലി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലനിൽക്കുന്ന കോഹറന്റ് ആയിട്ടുള്ള ആയിരിക്കണം. ഇഫ് ഐ ബിലീവ് ദാറ്റ് അതേഴ്സ് നീഡ് നോട്ട് റെസ്പെക്ട് മൈ ഇൻട്രസ്റ്റ് ജസ്റ്റ് ആസ് ഐ ഡോണ്ട് റെസ്പെക്ട് ദം, അതായത് മറ്റൊരാളെ എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഞാനും അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെയാണ് അവർ എന്നെ റെസ്പെക്ട് ചെയ്യാത്തതെന്ന്. Many people in this world live life according to this principle. ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരമാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. We may not like their values, but we can't call them inconsistent, incoherent or irrational. അപ്പോൾ പലർക്കും നമ്മളുടെ വാല്യൂസ് ഇഷ്ടമുണ്ടാവണമെന്നില്ല, നമുക്ക് അവരുടെ വാല്യൂസ് ഇഷ്ടമില്ല. അതേപോലെ തന്നെയാണ് അവർക്ക് നമ്മളുടെയും വാല്യൂസ് എന്തുണ്ടാവണമെന്നില്ല, ഇഷ്ടമുണ്ടാവണമെന്നില്ല. നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം, കോഹറന്റ് ആയിരിക്കണം, അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിരിക്കണം. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് എപ്പോഴും സെയിം സ്റ്റാൻഡേർഡ് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ പെരുമാറ്റത്തിൽ. എപ്പോഴും ഇങ്ങനെ മാറി മാറിയിട്ട് ഒരു പെരുമാറ്റം ആവാൻ പാടില്ല.
നമുക്ക് ഒരു സ്ഥിരമായ പെരുമാറ്റം ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ആദ്യത്തെ റൂള് പറയുന്നത്. റേഷണാലിറ്റിയുടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ലോജിക്കൽ കോഹറൻസ് ഓർ കൺസിസ്റ്റൻസി. കോഹറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് കോഹറന്റ് എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ആൾവേസ് ഹാവിങ് സെയിം സ്റ്റാൻഡേർഡ് ഒപ്പീനിയൻ ഓർ ബിഹേവിയർ. നമുക്ക് എല്ലായ്പ്പോഴും ഒരേ അതായത് ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ പെരുമാറ്റമായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കായാലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. അതാണ് ഈ പറയുന്ന കോഹറന്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പെരുമാറ്റം ഉണ്ടാവുക. നമ്മൾ അതേപോലെ നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യും. നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണോ അതിനനുസരിച്ച്. പിന്നെ സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് ക്രൈറ്റീരിയ ഓഫ് റേഷണാലിറ്റി എന്ന് പറയുന്നത് കൺസേൺ വിത്ത് ജനറേഷൻ ഓഫ് യൂണിവേഴ്സൽ ഓർ വിത്ത് ജനറൽ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ് പെരുമാറ്റം വരുന്നത്. അക്കോർഡിംഗ് ടു ദിസ് കണ്ടീഷൻ I must not own a principle today and another tomorrow unless these are cogent reasons for which change. അതായത് ഞാൻ എന്നൊരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് നാളെ ഒരു വേറെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് അങ്ങനെ വരാൻ പാടില്ല. ഒരു പ്രത്യേക റീസൺ വേണം. ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് റേഷണൽ മൊറാലിറ്റി എക്സ്റ്റെൻഡ്സ് ദാറ്റ് അവർ ബിഹേവിയർ ഷുഡ് ബി in accordance with certain principles always unless these are valid reasons. അതായത് നമ്മുടെ പെരുമാറ്റത്തിനൊക്കെ എന്തുണ്ടായിരിക്കണം? ചില ജനറൽ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പെരുമാറും. ഇനി അങ്ങനെ അല്ല എങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? ഒരു വാലിഡ് റീസൺ ഉണ്ടായിരിക്കും. പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ സാധാരണയായിട്ട് നമ്മൾ പെരുമാറുന്നത് ഒരു ജനറൽ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പെരുമാറുന്നത്. ഇനി അതല്ല എങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു റീസൺ ഉണ്ടായിരിക്കും അങ്ങനെ പെരുമാറാതിരിക്കാൻ. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എംപിരിക്കൽ എവിഡൻസ് ഓർ ഗുഡ് റീസൺ ഫോർ വാട്ട് വി ഡു. പിന്നെ വേറെ മൂന്നാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അവിടെ എന്തുണ്ടായിരിക്കും? ഒരു റീസൺ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ബിഹേവിയർ ഫോർ വിച്ച് നോ വാലിഡ് റീസൺ എംപിരിക്കൽ എവിഡൻസ് ക്യാൻ ബി പുട്ട് ഫോർത്ത്. ഇറ്റ് ഈസ് നോട്ട് എ റാഷണൽ ബിഹേവിയർ. ഒരു റീസൺ ഇല്ലാത്ത, ഒരു വാലിഡ് റീസൺ ഇല്ലാത്ത പെരുമാറ്റമാണെങ്കിൽ നമുക്കത് റാഷണൽ ബിഹേവിയർ എന്ന് പറയാൻ പറ്റില്ല. റാഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നല്ല ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ ആലോചിച്ച് ചിന്തിച്ചെന്നല്ല, യുക്തിപരമായിട്ട് ലോജിക്കലി നമ്മൾ ഒരാളോട് പെരുമാറുന്ന ഇതാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന റാഷണൽ ബിഹേവിയർ. പക്ഷെ അതല്ലാതെ നമ്മൾ പെരുമാറുന്നുണ്ട് എങ്കിൽ അത് റാഷണൽ ബിഹേവിയർ എന്ന് പറയാൻ പറ്റില്ല. According to fourth conditions, to be true rational, our behavior should be publicly intelligible or acceptable. പിന്നെ നമ്മുടെ ബിഹേവിയർ റാഷണൽ എന്ന് പറയണമെങ്കിൽ നമ്മളുടെ ബിഹേവിയർ മറ്റുള്ളവരെല്ലാം ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. യൂസ് ഓഫ് ഡിഫർ, അതായത് ഒരു പബ്ലിക് ആക്സെപ്റ്റൻസ് വേണം നമ്മുടെ പെരുമാറ്റത്തിന്. എല്ലാവരും ഇപ്പൊ ജനറൽ ആയിട്ട് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന, പൊതു സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ മാത്രമേ നമുക്കതൊരു റാഷണൽ ബിഹേവിയർ എന്ന് പറയാൻ പറ്റൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എല്ലാം ഈ പറയുന്ന ക്രൈറ്റീരിയാസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം എന്നതാണ്. അപ്പൊ ഒന്നുമില്ല, നമ്മുടെ പെരുമാറ്റത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മളൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മനസ്സിലുള്ളതായിരിക്കും, അല്ലെ? അതല്ലെങ്കിൽ നമുക്ക് ചില പർട്ടിക്കുലർ റീസൺ ഉണ്ടായിരിക്കാം. അതല്ല എങ്കിൽ എന്താണ്, ഒരു ജനറൽ ഒരു സ്പെഷ്യൽ റീസൺസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ പബ്ലിക് ഇന്റലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. സോ നമ്മുടെ പെരുമാറ്റം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ റാഷണൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ബട്ട് വ്യത്യാസമുണ്ടെങ്കിലും നമ്മൾ പെരുമാറ്റം എന്താണ്, ഏത് സിറ്റുവേഷനിലും
റാഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും എപ്പോഴും ഒരുപോലെ ആയിരിക്കും. നമുക്ക് എന്താണോ ശരി തോന്നുന്നത് അത് തന്നെ ആയിരിക്കണം മറ്റൊരാൾക്കും തോന്നേണ്ടത്. നമുക്കിപ്പോ ഒരു കാര്യം കണ്ടപ്പോൾ അത് തെറ്റാണ് തോന്നും, കോപ്പി അടിക്കുക എക്സാമിന്, അത് തെറ്റാണ്, അത് എല്ലാവർക്കും എന്ത് തോന്നും, തെറ്റാണ് തോന്നും. സോ അതൊരു റാഷണൽ ബിഹേവിയർ ആണ്. അപ്പോൾ പബ്ലിക് ആക്സെപ്റ്റൻസ് ഉള്ള ഒരു പെരുമാറ്റമാണ് അത്. മീൻസ് കോപ്പി അടിക്കാൻ പാടില്ല, കോപ്പി അടിക്കില്ല എന്ന് പറയുന്നത്. ഓക്കെ, കോപ്പി അടിക്കുന്നത് ഒരു ബാഡ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എത്തിക്കൽ ഈഗോയിസം ആണ്. That is, what rule should guide our conduct? The ethical egoist considers one's own long-term advantage as the guiding principle. അപ്പോൾ എത്തിക്കൽ ഈഗോയിസം എന്ന് പറയുമ്പോൾ ഒരു എത്തിക്കൽ തിയറി ആണ്. അതിൽ പറയുന്നത് ഒരാൾ പെരുമാറുന്നത് അയാളുടെ സെൽഫ് ഓൺ ഇൻട്രസ്റ്റ്, അയാളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അയാളുടെ സ്വന്തം അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ് ഒരാൾ പെരുമാറുന്നത് എന്നാണ് എത്തിക്കൽ ഈഗോയിസത്തിൽ പറയുന്നത്. അവരുടെ പീപ്പിൾ മേ ഡിഫർ about what course of action is to be taken for long-term advantage, but once it is clearly known that a certain course of action will serve one's long-term interest more than any other, it is chosen. ഇപ്പോൾ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഈ പറയുന്ന ഒരു പ്രവൃത്തിയിലൂടെ എനിക്ക് ലോങ് ടേം അഡ്വാൻറ്റേജ് കിട്ടും എങ്കിൽ എന്ത് ചെയ്യും, ഞാനത് ചൂസ് ചെയ്യും. സോ നമ്മളൊരു ബിഹേവിയർ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും, നമുക്ക് അതിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവും, നമുക്ക് അതിനൊരു താല്പര്യം ഉണ്ടാവും എന്നാണ് ഏതിൽ പറയുന്നത്, എത്തിക്കൽ ഈഗോയിസത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് അതിലുണ്ടാവും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ നമ്മൾ അവരോട് നല്ല രീതിയിൽ പെരുമാറും, അല്ലെ? നമ്മുടെ ഒരു ആവശ്യത്തിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യത്തിനാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അല്ലെ നമ്മുടെ പെരുമാറ്റം അതിനനുസരിച്ചായിരിക്കും. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് ഈ പറയുന്ന ഒരു കോൺസെപ്റ്റില് എത്തിക്കൽ ഈഗോയിസത്തില് ടു ഷെയ്ഡ്സ് ഓഫ് മീനിങ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓരോ ടൈം ടു ടൈമിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ദാറ്റ് ഈസ് എപ്പിക്യുറേനിയസം ആൻഡ് റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ്. എപ്പിക്യുറേനിയസും അതേപോലെ തന്നെ റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് വരിക, എത്തിക്കൽ ഈഗോയിസം വരുന്നത്. എന്താണ് എപ്പിക്യുറേനിയസം എന്ന് പറയുന്നത്? ഇതൊരു ആൻഷ്യന്റ് പ്രിൻസിപ്പിൾ ആണ്. ഇതിന്റെ എപ്പിക്യുറൻസ് ഗ്രീക്ക് എപ്പിക്യുറൻസ് ആണ്. എപ്പിക്യുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോവേഴ്സ് ഓഫ് ഗ്രീക്ക് ഫിലോസഫർ എപ്പിക്യൂർ എന്ന് പറയുന്ന ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണ്, അവരുടെയാണ് ഈ പ്രിൻസിപ്പിൾ. അതില് ഇവരുടെ എപ്പിക്യുറേനിയസത്തിൽ പറയുന്നത്, ഈ ഒരു ഫിലോസഫിയിൽ പറയുന്നത് എന്താണ്, അത് പറയുന്നത് ആരാണ്, ഗ്രീക്ക് എപ്പിക്യുറൻസ് ആണ്. അതായത് ഗ്രീക്ക് ഫിലോസഫേഴ്സിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഗ്രീക്ക് എപ്പിക്യുറൻസ് ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവർ പറയുന്നത് എന്താണ്, who held that one should live one's life in such a way so as to get more pleasure in life because pleasure for them is the sole good. അതായത് ഒരാൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അയാളുടെ ജീവിതം ജീവിക്കുന്നത് പ്ലഷർ, സന്തോഷം, മോർ പ്ലഷർ, ജീവിതത്തിൽ കൂടുതൽ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ പ്ലഷർ എന്ന് പറഞ്ഞാലാണ് നല്ലത്, ഗുഡ് എന്ന് പറയുന്നത് പ്ലഷർ മാത്രമാണ്, അതിനു വേണ്ടിയിട്ടാണ് ഒരാൾ ജീവിക്കുന്നത്. സോ ഇതേപോലത്തെ ഒരു ഇത് നമ്മുടെ ചാർവാക എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ പറയുന്നുണ്ട്. അതിലും സെയിം ഫിലോസഫി ആണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇന്ത്യൻ ഫിലോസഫിയിലെ ഹെഡോണിസ്റ്റ് സ്കൂളിലും പറയുന്നുണ്ട് ദാറ്റ് ഇതേ സംഭവം തന്നെയാണ് പറയുന്നിട്ടുള്ളത്. പിന്നെ ചാർവാകയിൽ പറയുന്നതാണ് ദ അൾട്ടിമേറ്റ് ഗുഡ് ഈസ് ഇമ്മീഡിയറ്റ് പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് ഹാപ്പിനെസ് ഓർ പ്ലഷർ. അതായത് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്ലഷർ ആണ് അല്ലെ, ആൻഡ് ഹാപ്പിനെസ്. നമ്മുടെ ഒരു ഡിസയർ സാറ്റിസ്ഫൈ ചെയ്താൽ കിട്ടുന്ന പ്ലഷറിനെയാണ് ഗ്രാറ്റിഫിക്കേഷൻ, പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ആഗ്രഹ സാഫല്യം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് ലഭിക്കുക. സോ അതും അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാനുള്ള ശ്രമം, അതേപോലെ തന്നെ ആഗ്രഹിക്കുന്നതും ഹാപ്പിനെസ്സും ആണ് പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ എവറി മൊമെന്റ് ഈസ് എ പ്രസന്റ് മൊമെന്റ് ആൻഡ് വി മസ്റ്റ് എൻജോയ് ദാറ്റ് ഇറ്റ്. അപ്പൊ ഇതിലൊക്കെ പറയുന്നത് എല്ലാ മൊമെന്റും എന്താണ്, പ്രഷ്യസ് ആണ്,
അപ്പൊ പ്രസന്റ് മൊമെന്റ് ആണ്. സോ നമ്മളത് എൻജോയ് ചെയ്യണം ബൈ ലിവിങ് അൺഹാപ്പി ലൈഫ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ ഹാപ്പി ആണെങ്കിൽ നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതേപോലെ തന്നെ എപ്പിക്യൂറൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ചാർവാകാസിനെ പോലെ തന്നെ എപ്പിക്യൂറൻസ് ഹാഡ് ഡിഫൈൻ ഐഡിയാസ് അബൌട്ട് ഹൗ ഈച്ച് പേഴ്സൺസ് മാക്സിമം പ്ലഷർ കുഡ് ബി അച്ചീവ്. അപ്പൊ പറഞ്ഞു നമ്മൾ ജീവിക്കുന്നത് പ്ലഷറിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു, സന്തോഷം ലഭിക്കാനാണ്. അതെങ്ങനെ ലഭിക്കും എന്നതിനെ കുറിച്ചുകൂടി ആര് പറയുന്നുണ്ട്? എപ്പിക്യൂറൻസ് പറയുന്നുണ്ട്. ചാർവാകയിൽ അതൊന്നും പറയുന്നില്ല. സന്തോഷമാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്, ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ. പക്ഷെ എപ്പിക്യൂറേനിസം അതെങ്ങനെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് സന്തോഷം എപ്പോഴും ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ ചില റൂൾസ് പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഡു നോട്ട് ഈറ്റ് മോർ ഫുഡ് ഓർ ഡ്രിങ്ക് ഓർ ഇൻ പേഴ്സണൽ റിലേഷൻസ്. സോ ഇവരുടെ പറയുന്നത് വെച്ചാൽ ഡു നോട്ട് ഇൻഡൾജ് ഇൻ എക്സസീവ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഓർ പേഴ്സണൽ റിലേഷൻസ്. വൺ ഷുഡ് ഈറ്റ് ഡ്രിങ്ക് വിത്ത് നെസസറി ഫോർ മെയിൻ്റെനൻസ് ഓഫ് ലൈഫ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഡ്രിങ്ക് ചെയ്യുന്നതും നമ്മുടെ ജീവിതം നിലനിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനെ തന്നെയാണ് ബാധിക്കുന്നത്. അത് നമുക്ക് റിസൾട്ട് ആയിട്ട് വരുന്നത് അൺഹാപ്പിനെസ് ആണ്. അതേപോലെ തന്നെ ഒരുപാട് ക്ലോസ് റിലേഷൻസ് നമുക്ക് ഹാർട്ട് ബ്രേക്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. അവർ ചതിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരും. അപ്പൊ ഹാർട്ട് ബ്രേക്ക് വരാം. അപ്പൊ അതും നമുക്ക് വിഷമം കൂട്ടുകയുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഒന്നിനോടും ഒരാളോടും കൂടുതലായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. വൺ ഷുഡ് ലീവ് ലൈഫ് ഡിറ്റാച്ച്ഡ് മാനർ. ഒരു ഡിറ്റാച്ച്ഡ് മാനറിൽ ഒന്നിനോടും കൂടുതൽ ഇതില്ലാത്ത രീതിയിൽ നമ്മൾ ജീവിക്കണം എന്നാണ് പറയുന്നത്. ലൈഫ് ഇൻവോൾവ്മെന്റ് ഇൻ ഹ്യൂമൻ അഫയേഴ്സ് ആൻഡ് പേഴ്സണൽ റിലേഷൻസ് റിസൾട്ട്. സോ ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹാപ്പിനെസ് ആണ് ഏതിൽ പറയുന്നത്? ഈ എപ്പിക്യൂറിയൻസ് പറയുന്നത് നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആഗ്രഹങ്ങൾ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് എപ്പിക്യൂറിയനിസം പറയുന്നത്. ഇനി അടുത്തതിൽ പറയുന്നത് റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. അയാൻ റാൻഡിന്റെ എത്തിക്സ് ആണ്. ദാറ്റ് ഈസ് the standard by which one judges what is good or evil is a man's life. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാണ് അല്ലെ, എന്താണ് ശരി. ഇപ്പൊ പെരുമാറ്റത്തിലാണെങ്കിലും എല്ലാം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിന് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു മനുഷ്യന്റെ ലൈഫിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു മനുഷ്യന് ഒരു മാൻ ആയിട്ട് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ എന്തൊക്കെ വേണം അത് ശരിയാണ്, അതാണ് ശരി. ഇവിടെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് മാന്റെ ലൈഫ് തന്നെയാണ്, മനുഷ്യന്റെ. സോ ഒരാളുടെ മാൻസ് മോറൽ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? അച്ചീവ്മെന്റ് ഓഫ് ഓൺ റാഷണൽ ഇൻട്രസ്റ്റ്, നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റ് അത് അച്ചീവ് ചെയ്യുക എന്നത് തന്നെയാണ് ഒരു മനുഷ്യന്റെ പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് സോഷ്യൽ റിലേഷൻസിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അതായത് നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്താണ്? നമ്മുടെ താല്പര്യങ്ങൾ തന്നെയാണ്. ഒരാളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? അയാളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അയാൾക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. സോ അതിനനുസരിച്ചിട്ട് അദ്ദേഹം പെരുമാറും. അതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്യില്ല? മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്യില്ല. അതായത് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യില്ല? സ്വാഭാവികമായിട്ടും ഒരാൾ സാക്രിഫൈസ് ചെയ്യില്ല. അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാനും പാടില്ല? മറ്റൊരാളുടെ ലൈഫ് നമ്മളും സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. നമുക്ക് വേണ്ടി മറ്റൊരാൾ എന്ത് ചെയ്യേണ്ട അവസ്ഥ വരരുത്, അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരരുത്. സോ ആ രീതിയിലാണ് അവിടെ നമ്മളുടെ റൈറ്റും പ്രൊട്ടക്ട് ചെയ്യും, നമ്മുടെ മറ്റുള്ളവരുടെ റൈറ്റും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ചിന്താഗതിയാണ് ഈ പറയുന്ന നല്ലൊരു റാഷണൽ ബിഹേവിയർ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ റാൻഡിന്റെ ഡോക്ട്രിൻ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ എന്തുകൂടി അറിയണം? തിയറി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെ, മനുഷ്യന്റെ റൈറ്റ്സിനെ കുറിച്ച് അറിയണം. ദാറ്റ് ഈസ് ദ ബേസിക് ഓഫ് ഹർ. ഈ ഒരു എത്തിക്സിന്റെ റാൻഡിന്റെ എത്തിക്സിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ്, അല്ലാതെ റൈറ്റ് ആണ്. ഈച്ച് മാൻ പോസസ് സർട്ടൻ ബേസിക് റൈറ്റ്സ് ബൈ വെർച്യൂ ഓഫ് ഹിസ് നാച്ചർ അല്ലെ. ഓരോ വ്യക്തിക്കും എന്തുണ്ട്? അതേപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് അല്ലെ, ബേസിക് റൈറ്റ്സ് ഉണ്ട്.
പ്രകൃതിയിൽ തന്നെ നമുക്ക് അവകാശങ്ങളുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? ഹി ഹാസ് എ റൈറ്റ് ടു ഫർദർ ഹിസ് ഐഡിൽ ബൈ ഹിസ് ഓൺ തോട്ട് ആൻഡ് എഫേർട്ട്. അദ്ദേഹത്തിന് നമ്മുടെ റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ചൂസ്, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ, ഇഷ്ടമുള്ള പ്രോപ്പർട്ടി വാങ്ങിക്കാൻ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഫോളോ ചെയ്യാൻ, ഇതിനൊക്കെ നമുക്ക് അവകാശങ്ങളുണ്ട്. സോ അത് നമ്മൾ ഒരു റാഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റത്തിനനുസരിച്ച് നമ്മൾ ചെയ്യും, അല്ലെ? അതേപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ പ്രിൻസിപ്പിൾസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. നമ്മുടെ റൈറ്റ്സ് നമ്മൾ നേടിയെടുക്കും, അതേപോലെ തന്നെ മറ്റൊരാളുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യും വേണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് മാൻ ഹാസ് എ റൈറ്റ് ഓഫ് ലിബർട്ടി ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. അപ്പൊ നമുക്ക് ഈ അവകാശങ്ങളാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടത്, അല്ലെ? അതേപോലെ തന്നെ നമ്മൾ എന്തും കൺസിഡർ സിമിലർ റൈറ്റ്സ്, നമുക്കുള്ള അതേപോലെ റൈറ്റ് ആർക്കും ഉണ്ട്, മറ്റുള്ളവർക്കും ഉണ്ട്. നമുക്ക് ഒരാളെ കൊല്ലാനോ ഒന്നും അധികാരമില്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കാര്യങ്ങൾ ചെയ്യാതെ പറഞ്ഞാൽ എല്ലാം ചെയ്യാനൊന്നും പറ്റില്ല, അതാ ഉദ്ദേശിച്ചത്. അത് മാത്രല്ല നമുക്ക് റൈറ്റ്സ് മാത്രല്ല, നമുക്ക് എന്ത് വേണം? ഒരു ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതും നമ്മൾ ചെയ്തിരിക്കണം. റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ പറഞ്ഞ പോലെ നമുക്ക് തോന്നിയതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ എത്തിക്കൽ ഈഗോയിസത്തിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പിക്യുറേനിസം, അതേപോലെ തന്നെ റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്ന ഈ രണ്ട് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് നമ്മൾ സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് പെരുമാറും. പിന്നെ നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റ്, നമുക്ക് നമ്മുടെ റൈറ്റ്സ്, നമ്മുടെ അവകാശങ്ങൾ, അല്ലെ, ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ, അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ പെരുമാറും. നമ്മൾ ഒരിക്കലും നമ്മുടെ ഇത് സാക്രിഫൈസ് ചെയ്യാതെ എപ്പോഴും നമ്മുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് തന്നെയാണ് നമ്മൾ എപ്പോഴും ഗവൺ ചെയ്യുക നമ്മുടെ പെരുമാറ്റത്തിന്. ഓക്കെ, ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.